ഇത് വേണ്ട. ശിവ, നിങ്ങളൊക്കെ കളിച്ചോളൂ, ഞാൻ നല്ല മാമ്പഴം പെറുക്കി കൊണ്ടുവരാം. ഓക്കെ മുത്തശ്ശ. നമ്മളുടെ ഒപ്പം മുത്തശ്ശിയും ഈ പിക്നിക്കിന് വന്നിരുന്നെങ്കിൽ എത്ര രസമുണ്ടായേനെ. ആരോഗ്യം നന്നായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുത്തശ്ശി വന്നിട്ടുണ്ടാവും. രേവ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ സൈക്കിളിൽ സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ നിന്ന് പറഞ്ഞാലും ആ സ്വരം സൈക്കിളിൽ കൂടി പുറത്തേക്ക് വരും. നേരാണോ? എന്നാ പറ, ഞാൻ കേക്കട്ടെ. സൂക്ഷിക്കൂ, നിങ്ങൾ എറിയുന്ന ബോൾ ആ മരത്തിൽ കൊള്ളാൻ പാടില്ല. കാരണം അവിടെ ഒരു മരം കൊത്തി കൂടുണ്ടാക്കാൻ നോക്കാണ്. ശിവ, നീ അവിടെയല്ലേ നിൽക്കുന്നത്? പക്ഷെ നിന്റെ ശബ്ദം എങ്ങനെയാ സൈക്കിളിൽ കൂടി വരുന്നത്? കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. നിങ്ങൾ ആ മരം കുത്തിയ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു, അറിയോ? അതിന് ദേഷ്യമൊന്നും പറയട്ടെ, അതൊന്നും കരുതി ഞാൻ പേടിക്കൊന്നുമില്ല. ഇത്തവണ നമ്മൾ 1,00,000 രൂപയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെയാ പറയുന്ന? 1,00,000 രൂപയെന്നോ? കോടിക്കണക്കിന് രൂപ വില വരുന്ന മരത്തടികൾ ഉണ്ടെന്നേ. ചന്ദനത്തടിക്ക് കോടിക്കണക്കിന് രൂപ വിലയുണ്ടെന്ന് നിനക്ക് അറിയില്ലേ? ഇത്തവണ മുത്തച്ഛന് ഭയങ്കര സന്തോഷാവും. അല്ലെങ്കിൽ നോക്കിക്കോ. ഇവർ എന്റെ പേരെന്തിനാ പറയുന്നത്? എനിക്ക് 1,00,000 രൂപ തരാമെന്നോ? ഇനിയിപ്പോ ഇവര് ഭീം സിംഗിനോ മുത്തശ്ശിക്കോ കൊടുക്കാമെന്നാണോ? ഏയ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ അറിയട്ടെ, പറയൂ. എല്ലാ മാസവും ഞങ്ങൾ 1,00,000 രൂപ സമ്പാദിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോ കോടിക്കണക്കിന് രൂപ സമ്പാദ്യം മുത്തശ്ശനും ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് ഇന്ന് വരെ ഒരു 10 പൈസയുടെ വരുമാനം ഉണ്ടായിട്ടില്ല. മുത്തശ്ശിക്കോ ഭീം സിംഗിനോ കൊടുത്തോ? അല്ല, ഈ വയസ്സായ ആളാരാ? എവിടുന്നാ കെട്ടി എഴുന്നള്ളിയത്? ബോസിന്റെ കല്യാണം എപ്പോഴാ കഴിഞ്ഞത്? എന്റെ അമ്മാവ, ഞങ്ങള് നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഞങ്ങളുടെ ബോസ് ഭവാനി ശങ്കറിനെ കുറിച്ചാ പറഞ്ഞ്. നിങ്ങളിപ്പോ എവിടുന്ന പൊട്ടി വീണേ? വല്ല പോലീസുകാർ വേഷന്മാർ വന്നായിരിക്കും. കൈവൊക്കെ ആൻസപ്പ്. നിങ്ങളോടല്ല, അങ്ങേരോടോ പൊക്കാൻ പറഞ്ഞ. ഹലോ ഓൾഡ് മാൻ, നിങ്ങളോടാ പറഞ്ഞ കൈവക്കാൻ. ഞാൻ വെറുതെ ഇവിടെ വന്ന് പെട്ടു. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവിടെ വരാൻ? അങ്ങോട്ട് നിന്നാ മതിയായിരുന്നു. എക്സ്ക്യൂസ് മീ, ഞാനൊരു ഫോൺ ചെയ്തോട്ടെ? ചെയ്തോ. താങ്ക് യു. ഹലോ ലഡ്ഡു സിംഗ്. താനെന്തിനാണോ ഫോൺ ചെയ്യാൻ പറഞ്ഞ? അയാൾ ചിലപ്പോ പോലീസിനെ വിളിക്കുന്നത്. വേഗം ചെന്ന് പിടിക്ക. അതെ, എന്റെ മമ്മി എന്നോട് പറഞ്ഞിരിക്കുന്നത് മുതിർന്നവര് പറയുന്നത് അനുസരിക്കണമെന്നാ. ഇതിനിടയ്ക്ക് മമ്മി അവിടെ വന്ന് വേഗം ചെന്ന് അയാളെ പിടിക്കണം. ഞാൻ ഓടി. ഞാൻ വയസ്സനാണല്ലോ, എനിക്ക് അധികം ഓടാൻ പറ്റില്ല. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, ശരിയല്ലേ? ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങളൊക്കെ ഓടിക്കോളൂ. ഓക്കെ സാറേ. ലഡ്ഡു സിംഗ്, ഞാൻ ചന്ദനമര കൊള്ളക്കാരെ പിടിച്ചിട്ടുണ്ട്. വേഗം വായോ, ഈ കാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്. മരം ചുറ്റാണ്ട് വേഗം അയാളെ പിടിക്കാൻ നോക്ക്. അയാള് പോലീസിനാണ് വിളിക്കുന്നത്. പക്ഷെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്
മുതിർന്നവർ പറയുന്ന വാക്കുകൾ അനുസരിക്കണമെന്ന്. ഒന്ന് മിണ്ടാതിരി മമ്മിയുടെ പുജാര മോനെ. ഒന്ന് വേഗം നിന്ന് അയാളെ പിടിക്ക. എന്നാ ശരി. മുത്തശ്ശൻ എവിടെയാണോ പോയത്? കുറെ നേരായിട്ടും ഇതുവരെ മടങ്ങി വന്നില്ലല്ലോ. ഈ മുത്തച്ഛനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ചിലപ്പോ ഇവിടെയുള്ള വന്യമൃഗങ്ങൾ എങ്ങാനും. മിന്നലേ, ഇവിടെ ഒരു കാട്ടുമൃഗവും ഇല്ല. ഇവിടെയാണെങ്കിൽ ചെറിയ ചെറിയ കുരങ്ങുകള്, പക്ഷികള്, ചെറിയ ചെറിയ മൃഗങ്ങളും ഉണ്ടാവും. അല്ല രവ, എനിക്ക് വല്ലാതെ വിഷമാവുന്നു. കാരണം മുത്തശ്ശന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ചിലപ്പോ ബാറ്ററി ലോ ആയതായിരിക്കുമോ? അല്ലല്ല, മുത്തശ്ശന്റെ ബാറ്ററി ഫുൾ ചാർജിലായിരുന്നു. ഞാനാണ് ഫുള്ള് ചാർജ് ആക്കി കൊടുത്തത്. ചിലപ്പോ ഈ കാട്ടിൽ വല്ല ഭൂതോ ഏലിയൻസോ കാണും. അവരെങ്ങാനും മുത്തച്ഛനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യാ? ഓഹോ യുഡി, ഈ ഭൂതവും ഏലിയനും അല്ലാതെ വേറെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് ആലോചിക്കാൻ. നമ്മൾ പല ദിശയിലും പോയിട്ട് മുത്തശ്ശനെ അന്വേഷിക്കാം. നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോകൂ, പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കാം. മുത്തശ്ശ, മുത്തശ്ശ, കണ്ടില്ലേ, മുത്തശ്ശനെ അന്വേഷിച്ചൊരു ചെറുക്കം വന്നിരിക്കണു. അപ്പോ അയാളുടെ ആരേലും ആയിരിക്കും ഇത്. അവനെ പിടിക്കുവാണെങ്കിലേ ഗ്രാമത്തിലെ ആൾക്കാരെ വിട്ടുതരാനായിട്ട് നമുക്ക് ആ മുത്തശ്ശനോട് സംസാരിക്കാമായിരുന്നു അല്ലേ? പിന്നെ എന്തിനാ ആലോചിക്കുന്നേ? വേഗം ചെന്നാ ചെറുക്കനെ പിടിക്കാൻ നോക്കേ. ഇതെന്താ ഈ ചെയ്യുന്നത്? എന്റെ വീട്! മുത്തശ്ശന്റെ ഗ്യാങ്ങിൽ കുട്ടിയെ തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മുത്തശ്ശനായിട്ട് വഴക്കിടാൻ പറ്റില്ലല്ലോ. ഗാങ്ങോ? എന്റെ മുത്തശ്ശൻ ഒരു ഗാങ്ങിലും ഇല്ല. നിങ്ങൾ ഏത് മുത്തശ്ശന്റെ കാര്യം ഈ പറയുന്നത്? അപ്പൊ നീ ഭവാനി ശങ്കർ മുത്തശ്ശന്റെ ഗ്യാങ്ങിലുള്ളവരല്ലേ? അല്ല, എന്റെ മുത്തശ്ശന്റെ പേര് ആചാര്യ ജി എന്നാണ്. ഞങ്ങൾ എല്ലാവരും പിക്നിക് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ മുത്തശ്ശൻ എവിടേക്ക് പോയെന്ന് അറിയില്ല. അതേ തന്നെയാ വന്നത്. ആണോ? എന്നാ ഞങ്ങൾക്ക് ആകെ തെറ്റിപ്പോയതാ. നീ മുത്തശ്ശൻ ഭവാനി ശങ്കറിന്റെ ഗാങ്ങിലുള്ള ആളാണെന്ന് വിചാരിച്ചു പോയി. എന്നോട് ക്ഷമിക്കൂ. എന്റെ പേര് ഭവർ സിംഗ്. ഇവൻ ഭവാനി, അയാള് സാവൻ സിംഗ്. എന്റെ പേര് ശിവ എന്നാണ്. എന്റെ മുത്തശ്ശനെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭവാനി ശങ്കർ മുത്തശ്ശന്റെ ആൾക്കാരായിരിക്കും നിന്റെ മുത്തശ്ശനെ പിടിച്ചോണ്ട് പോകാൻ സാധ്യത. അവൻ ഏറ്റവും വലിയ ചന്ദന കൊള്ളക്കാരനാ. നിനക്കറിയോ, അവൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് ഗ്രാമം മുഴുവനും കൈയടക്കി വെച്ചിരിക്കുക. അവിടെ വന്നിട്ട് ആ ദുഷ്ടൻ ഗ്രാമത്തിലുള്ളവരെ പെടാപ്പാട് പിടിപ്പിക്കുക. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് പേര് രാത്രി ഗ്രാമം വിട്ട് ഓടിക്കളഞ്ഞു. ഞാനും അതെ. നിങ്ങളുടെ ഗ്രാമം എവിടെയാണ്? അങ്ങ് ദൂരെ മലയുടെ മുകളിൽ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോകാൻ ഇപ്പൊ ഭയങ്കര പേടിയാ. ഭവാനി ശങ്കറിന്റെ ആളുകൾ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീടില്ല. അതാണ്. ലഡു സിംഗ് സർ, ശിവ, നീ എവിടെയാണ്? നിന്റെ മുത്തശ്ശനെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയിരിക്കാണ്. ഞാനാണെങ്കിൽ ഇവിടെ ജംഗലിൽ കുടുങ്ങിയിരിക്കാണ്. ഞാൻ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞയക്കാം. അവര് സാറിനെ കൂട്ടിട്ട് നേരെ അങ്ങോട്ട് വരും. ഓക്കെ ശിവ. ഞങ്ങള് ഇൻസ്പെക്ടർ സർ ലഡു സിംഗ് കാട്ടിൽ എവിടെയോ വഴി തെറ്റിപ്പോയി. കൂടാതെ എന്റെ കൂട്ടുകാരും മുത്തശ്ശനെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കാം. ദയവേത് നിങ്ങൾ എല്ലാവരെയും കൂട്ടി ഗ്രാമത്തിലേക്ക് ചെന്നോളൂ. ഞാൻ ആ വഴിക്കാണ് പോകുന്നത്. ശരി ശിവ, ഞാൻ അവരെയും കൂട്ടി നിന്റെ അടുത്തേക്ക് വന്നേക്കാം. അല്ല, മുത്തശ്ശനെ എവിടെയും കാണാനും പറ്റിയില്ല. ശിവയുടെ ഫോണും കിട്ടുന്നില്ല. എവിടെ മുത്തശ്ശൻ എവിടെയാണ്? ലഡു സിംഗ് സാറേ, എന്തായാലും സാറിനെ കണ്ടത് വളരെ നന്നായി. ഡോണ്ട് വറി, ഞാനിപ്പോ വന്നല്ലോ. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഈ ജംഗല് മുഴുവൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പേടിക്കണ്ട. വന്നേ, എന്നോടൊപ്പം വന്നേ. ഏയ്, ആരാണ് ഈ ഇലക്കകത്ത് ഒളിഞ്ഞിരിക്കുന്നത്? പുറത്തേക്ക് വന്നേ. ഹലോ, ഐ ഓർഡർ യു. മര്യാദക്ക് വന്നോ, അല്ലെങ്കിൽ സോറി ഐ സേ സോറി.
വേണ്ട വേണ്ട എനിക്ക് അറിയില്ലായിരുന്നു നിനക്ക് ദൈവത്തിന്റെ ഭാഷ മനസ്സിലാവില്ല. വേണ്ട വേണ്ട എന്നൊന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട സോറി സോറി എന്നോട് ക്ഷമിക്കില്ല. വേണ്ട വേണ്ട എന്നൊന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട മുത്തശ്ശ ഏയ് എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? അടുത്ത് തന്നെ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ, പറയേ. ഞാൻ നിങ്ങളെ അല്ല ഞങ്ങളുടെ മുത്തശ്ശനെ വിളിച്ചത്. മുത്തശ്ശൻ ഭവാനി ശങ്കർ ഞങ്ങളുടെ ബോസാത്. സാൻഡൽവുഡ് സ്മഗ്ലിംഗ് കിങ്ങേ. ബോസേ ഇത് പോലീസിന്റെ ആളാണ് കേട്ടാ. നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വന്നാണ് ഇയാള്. നടുവിന്റെ ഊപ്പാടളകി. എന്താ ഇയാള് പോലീസിന്റെ ആളാണെന്നാ? ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ആ മുറിയിൽ അടച്ചിടാൻ. ഉപ്പ് കിണ്ണവൻ ആരായാലും വെള്ളം കുളിക്കും. വിഡ്ഢികളുടെ രാജാവേ, ആദ്യം ഒന്ന് ശരിക്ക് സംസാരിക്കാൻ നോക്ക്. 10 പൈസയുടെ വിവരമില്ല, രാജാവാണത്രേ, വിഡ്ഢികളുടെ രാജാവ്. എന്നെ പഠിപ്പിക്കാണല്ലേ? ഈ ഭവാനി ശങ്കറിനോട് കളി വേണ്ട. ഞാൻ പറയണതൊക്കെ വളരെ ശരിയാണ്. ഉപ്പ് കിണ്ണവൻ വെള്ളം കുളിക്കും. ബുദ്ധിയില്ലാത്ത കഴുതേ, നിന്നെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? നിന്നെ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് പാടാ. വീണ്ടും കേട്ടോ, ഉപ്പ് തിന്നത് ആരായാലും വെള്ളം കുടിക്കും, മനസ്സിലായോ? എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട കളവാ. പഠിപ്പിക്കാം. 6 മാസം എന്റെ അടുത്ത് ട്യൂഷന് വന്നോ, എല്ലാം പഠിപ്പിക്കാം, ഒന്നാന്തരമായിട്ട് പഠിപ്പിക്കാം. കൊണ്ടുപോയി ഇവരെന്റെ കണ്ണിന്റെ മുമ്പിന്ന് വേഗം ഇവരെ മുളിയിലും കൊണ്ടുപോയി കട്ടിയിട്. തിന്നാനും കൊടുക്കണ്ട. അങ്ങനെയല്ല പറയേണ്ടത്, ഉച്ചാരണം ശരിക്ക് പ്രയോഗിക്കണം. ശരി, ഇന്നു മുതൽ തന്നെ ട്യൂഷൻ ആരംഭിച്ചേക്കാം. തയ്യാറാണോ? ആ കളബനോട് പറഞ്ഞേക്ക് കേട്ടാ. എന്റെ അടുത്തെങ്ങാനും ചൊറിയാൻ വന്നാലുണ്ടല്ലോ, എന്റെ ദേഷ്യം പിന്നെ ഭയാനകമായിരിക്കും. അല്ല അല്ല അല്ല, അങ്ങനെ അല്ല ഉച്ചരിക്കേണ്ടത്. ഭയാനകമല്ല, ഭയാനകം. ഭയാനകം. ഭൂതം എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂതം. കുട്ടി, എനിക്ക് നിന്റെ ഭാവി കാര്യങ്ങൾ പറയാൻ പറ്റും. നീ നിന്റെ മുത്തശ്ശനെ അന്വേഷിച്ചിറങ്ങിയതാണല്ലേ? ചെല്ലോ, തീർച്ചയായിട്ടും കണ്ടുകിട്ടും മോനെ. താങ്ക് യു വെരി മച്ച്. എന്റെ മുത്തശ്ശനെ ഈ കാട്ടിലുള്ള ഭവാനി ശങ്കറിന്റെ ആൾക്കാർ പിടിച്ചോണ്ടുപോയി. പറയാ മോനെ, എല്ലാ കാര്യവും ഞാൻ നിനക്ക് പറഞ്ഞു തരാന്നേ. ആദ്യം ഇത് കുറച്ച് കഴിക്കുകൂട്ടാ. ഇത് മോൻ കഴിച്ചു കഴിഞ്ഞാൽ മോന്റെ വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടും. ഹലോ, കേട്ടോ? ഞങ്ങള് ശിവയുടെ സുഹൃത്തുക്കളാ. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ വരൂ. ശിവയുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടാക്കാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. വന്നേ, എല്ലാവരും വേഗം വന്നേ. ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ, ഓടിപ്പോകാം. ഈ കെട്ടൊന്ന് അഴിച്ചുവിടൂ, ഞങ്ങൾക്ക് ഓടിപ്പോകാനുള്ളതാ. അഴിച്ചുവിടാം. തനിക്കെന്താ തലയ്ക്ക് വട്ടുണ്ടാ? അയാള് പറഞ്ഞെന്ന് കരുതി ഉടനെ കെട്ടഴിക്കാൻ പോവാണ്. എന്റെ മമ്മി പറഞ്ഞു തന്നിട്ടുണ്ട്, മുതിർന്നവര് പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന്. ഒരു മമ്മിയുടെ പുന്നാര പിൻഗാമി വന്നേക്കണ്. ഭവാനി ശങ്കർ ബോസ് പറയണത് മാത്രം താൻ അനുസരിച്ചാ മതി കേട്ടാ. വാച്ച് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യൂ.
മുത്തശ്ശ, ഇപ്പൊ എന്റെ കളി കണ്ടോ? എക്സ്ക്യൂസ് മീ, സൈഡ്. ഈ സൈക്കിൾ ആളില്ലാതെ തന്നെ ഓടുന്നത് എങ്ങനെയാ? ഇത് വല്ല ഭൂതത്തിന്റെ പണിയാണോ? ഭൂതം തന്നെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. ഞാൻ ഭൂതമല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ പേടിക്കണ്ട. ഞാനിപ്പോ വെറുതെ ഓടിക്കൊണ്ടേയിരിക്കും. എനിക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ ആരെങ്കിലും പിടിച്ചു കഴിക്കും. എന്റെ ഡയറ്റ് വളരെ കുറവാണ് കേട്ടോ. ഓടിക്കോ, ഈ സൈക്കിളിന് വിശന്ന് ആരെങ്കിലും പിടിച്ച് കഴിക്കൂന്നാ പറയുന്നേ. ഹലോ തടിയനേക്കാൾ ഒന്ന് നിൽക്കാമോ? എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഞാൻ നിങ്ങളെയാണ് കഴിക്കാൻ പോകുന്നത്. നല്ല രുചിയായിരിക്കും. എന്റെ മമ്മി, എന്നെ കഴിക്കല്ലേ. ഞാൻ കുളിക്കാറില്ല, നനയ്ക്കാറില്ല, ഒന്നുമില്ല. വേണ്ട, ഞങ്ങളൊന്നും ചെയ്യരുത്. വേണ്ട, ഞങ്ങളെ മണ്ടന്മാര് എന്തിനാ കിടന്നിങ്ങനെ ഓളുന്നത്? അത് പൂതോ ഗീതോ ഒന്നും അല്ല. അത് ലിബോട്ടിലാണ് പ്രവർത്തിക്കുന്നത്. വിളിക്കിരടി വേണം. കൊട്ടേ, ഈ കോപ്ലായകളൊക്കെ നീയാണ് ഒപ്പിളിച്ചതല്ലേ? കൊട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ശിവ, ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. എന്റെ ശിവ, ഒന്ന് മണിയാക്ക്. എന്നെ ഇങ്ങനെ തള്ളല്ലേ, എനിക്ക് വയ്യ. ടെട്ട് പള്ളിപ്പോയി. ഇനി ഒളിക്കണം. ഞാനിക്കണത്തെ തെറ്റ് ചെയ്യില്ല. അതെ, വേദനിക്കണ്ടോ? അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. നീ ഒരു കാലത്തും ശരിയാകാൻ പോകുന്നില്ല. ജയിലിൽ നല്ല ട്യൂഷൻ പഠിപ്പിക്കാൻ ഞാൻ വരാം, മറക്കണ്ട. നന്ദി ശിവ. നീ കാരണം ഇന്ന് ഈ ഗ്രാമം ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എല്ലാവരും ചേർന്ന് പറയൂ, ശിവ വിജയിക്കട്ടെ.